എന്താണ് ഡിറ്റാണ് ചേർക്കേണ്ടത്, ഡിറ്റാണ് ചേർക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ? അനീഷ, ആമേ റൈറ്റ്? ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഏതാണ്ട് അവസാനിക്കുകയാണ്. അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ചെറിയൊരു ഭാഗം കൂടി, ഒരു സംഗതി കൂടി അതിനകത്ത് വരാം. അത് ഈ പറഞ്ഞ നിയമങ്ങളിലൊന്നും പെടാത്തൊരു സംഗതിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് അറിയാൻ പറ്റും. അതുകൊണ്ട് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഞാനൊരു അവസരം തരികയാണ്. അടുത്ത സെന്റൻസ് എഴുതിക്കും. Let us pray, P-R-A-Y, pray, comma, dash, question mark, comma, dash, question mark. Yes. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള നിയമങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടാഗ് എഴുതാൻ പറ്റും. Let us pray, നമുക്ക് പ്രാർത്ഥിക്കാം. വൈകുന്നേരം ആകുമ്പോൾ യെസ് ഷഫീന, Sentence is positive, sir. So we have to do it negative. We can use. യെസ്, നമ്മൾ പഠിച്ച നിയമങ്ങളിലൂടെ ആലോചിക്കുകയാണ് അല്ലേ? എനിക്കിത് ഇവിടെ ഓക്കെ 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 ഇവിടെ അതിനൊക്കെ കൂടിയല്ല ഒരു എക്സെപ്ഷന്റെ കേസ് കൂടി ഉണ്ട്. ആ എക്സെപ്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങൾ വേറൊരു നിയമവും ഒന്നും അന്വേഷിച്ചു പോകണ്ട. ലെറ്റസ് എന്ന് പറയുന്നതിലാണോ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്നത്, അതിന്റെ ടാഗ് ഷാൽ വി എന്നായിരിക്കും. എന്തായിരിക്കും? ഷാൽ വി. യെസ്, ഇവിടെ ഷെഫീന എഴുതി ഷാൽ വി, ഷാൽ വി എന്നായിരിക്കും. അപ്പൊ ലെറ്റസ് ആണെങ്കിൽ നിങ്ങൾ ഒരു നിയമവും പോസിറ്റീവാണ്, നെഗറ്റീവാണ്, ഓക്സിലറി വെർബ് ഉണ്ടാവും, ഇതൊന്നും അന്വേഷിക്കണ്ട. ലെറ്റസ് കണ്ട ഉടനെ തന്നെ തട്ടിക്കോ, എന്താണ് ഷാൽ വി എഴുതിക്കോളൂ, ഷാൽ വി, ഷാൽ വി. അപ്പൊ അത് എവിടെയെങ്കിലും കുറിച്ചിട്ടോ. ലെറ്റസ് ആണെങ്കിൽ അതിന്റെ ടാഗ് എപ്പോഴും ഷാൽ വി എന്നായിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ ഇനി ഞാൻ അടുത്ത ഒരു ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആ ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2, ആ ചാപ്റ്റർ 2വിന്റെ പേര് നൗൺസ് ആൻഡ് പ്രോനൗൺസ് എന്നാണ്. നൗൺ ആൻഡ് പ്രോനൗൺസ്. ഓക്കെ, അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുന്നു. ചാപ്റ്റർ യൂണിറ്റ് 2 ആണ്, നൗൺ ആൻഡ് പ്രോനൗൺ. ഓക്കെ, അപ്പൊ പ്രോനൗൺ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പരിഗണിക്കാം. Now first we discuss noun. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൗണിനെ കുറിച്ചാണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്മീനോ നമുക്കറിയാവുന്ന പോലെ നമ്മൾക്ക് സെന്റൻസ് എഴുതാൻ സെന്റൻസ് ചെയ്യാൻ പറയാം. ഇരിക്കും രാമൻ drank, D-R-A-N-K, drank tea, T-E-A, tea. Raman drank tea. Okay, Raman drank tea. വാചകം നിങ്ങളോട് പറഞ്ഞത്. യെസ്, അപ്പൊ രാമൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒന്ന് വിഭജിക്കാം. ഓക്കെ, അമീഷ ഇതിന്റെ എന്തോ സാർ ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. ഓക്കെ, കുഴപ്പമില്ല. ആതിര ഓക്കെ ശബ്ദത്തിൽ പറഞ്ഞോളൂ ആതിര. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടെ പറഞ്ഞ രാമൻ ഡ്രാങ്ക് ടി അങ്ങനെയല്ലേ പറഞ്ഞേ?
അതൊക്കെ ഒന്ന് വിഭജിച്ച് പറഞ്ഞ. രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് പറയാമോ? നൗണ്, വെർബ് എന്നൊക്കെ പറയണ പോലെ രാമൻ എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ? അപ്പൊ അതിന് നമുക്ക് നൗൺ എന്ന് പറയും. അതെന്ത് പറയാം? നൗൺ എന്ന് പറയും. നൗൺ. അപ്പൊ ഒരു പേരാണ്, അത് നൗണാണ്. ഇനി ഡ്രാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചു. ഓക്കെ, എനിക്കിത് കറക്റ്റ് ആണ്. അതെന്താണ്? അത് ദാറ്റ് ഈസ് വെർബാണ്. അയാൾ ചെയ്ത പ്രവൃത്തിയല്ലേ അത്? എന്തായാലും ചെയ്ത് കുടിച്ചു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് ടീ. ടീ എന്ന് പറഞ്ഞ ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേരല്ലേ? അതിന് നമുക്ക് അത് നൗണാണ്. യെസ്. അപ്പൊ നമുക്ക് പറയാം നൗൺ എന്ന് പറയുന്നത് ദ നെയിം ഓഫ് എ തിങ്, നെയിം ഓഫ് എ പേഴ്സൺ, ഒരു വ്യക്തിയുടെയോ ഓക്കെ അമിഷ ഞാൻ വരുന്നുണ്ട്. ഓക്കെ ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കുഴപ്പമില്ല, ഞാൻ വരാം. യെസ്, ഓക്കെ അമിഷ, ഞാൻ വരാട്ടോ, ഒരു മിനിറ്റ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത്. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നാമം എന്ന് പറയും. ഒരു വ്യക്തിയുടെ പേരാവാം, ഒരു സ്ഥലത്തിന്റെ പേരാവാം, ഒരു സംഗതിയുടെ പേരാവാം. അങ്ങനെ എന്തിന്റെങ്കിലും പേരിനെ കുറിക്കുന്നതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നൗൺ. യെസ്. അപ്പൊ നൗണിനെ പലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഒരു 4 കോമൺ ആയിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് പ്രോപ്പർ നൗണാണ്. പ്രോപ്പർ നൗൺ. പ്രോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർ അനുയോജ്യമായി. അതായത് അത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് ഇത് ഇന്നതാണ്. ഞാൻ പറയാണ് അനീഷ, അല്ല കറക്റ്റ് അല്ലേ? ഒരാളുടെ പേര് കൃത്യമല്ലേ? അനീഷ എന്ന് പറയുമ്പോൾ ആഷ്മി വരില്ല, അനീഷ തന്നെ വരുള്ളൂ. ഒരു കറക്റ്റ് ആയിട്ടൊരു പേര്. അല്ലെങ്കിൽ രാഖി, അതുമല്ലെങ്കിൽ മദ്രാസ്, അതുമല്ലെങ്കിൽ കൊച്ചി, എറണാകുളം, കാസർഗോഡ്. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പറയുന്ന, കറക്റ്റ് ആയിട്ട് പറയുന്ന സംഗതിയെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. പ്രോപ്പർ നൗൺ. യെസ്. ഇനി രണ്ടാമത്തെ തന്നെ പറയുന്ന പേരാണ് കോമൺ നൗൺ. ഈ കോമൺ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വേണമെങ്കിൽ ആണാവാം, വേണമെങ്കിൽ പെണ്ണാവാം. അത് കോമൺ ആണ്. കോമൺ ആയിട്ടുള്ള പേര് പറയും. ഇപ്പോ ഒരു കുട്ടി വന്നിട്ടുണ്ട്. ആ കുട്ടി എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞില്ല, രാമൻകുട്ടി എന്ന് പറഞ്ഞിട്ടില്ല, ഒരു കുട്ടി. അത് ആര് വേണമെങ്കിലും ആവാം, അല്ലേ? അപ്പൊ അത് ഒരു കോമൺ ആയിട്ട് പറയും. ഞാനൊരു ഫർണിച്ചർ വാങ്ങി, അല്ല, ആ ഫർണിച്ചർ എന്ന് പറയുന്ന സംഗതി എന്തു വേണമെങ്കിലും ആണ്. യെസ്. അല്ലെങ്കിൽ പശു എന്ന് പറയണം. അപ്പൊ പ്രത്യേകമായിട്ടൊരു പശുവിനെ എടുത്ത് പറയുന്നത് കോമൺ ആയിട്ട് പറയാം, എല്ലാ പശുക്കളും. അപ്പൊ അതിന് നമുക്ക് കോമൺ ആയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ, ആ വാക്കുകൊണ്ട് എല്ലാം കൂടി ആ വർഗത്തിൽപ്പെട്ട എല്ലാവരും ഉൾപ്പെടുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് പറയാം കോമൺ നൗൺ എന്ന് പറയാം. അപ്പൊ രണ്ടായി. ആദ്യത്തേത് നമ്മൾ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു, രണ്ടാമത്തേത് നമ്മൾ കോമൺ നൗൺ പറഞ്ഞു. ഇനി വേറെ സംഗതി കൂടി, അതിനെ പറയുന്ന പേരാണ് അബ്സ്ട്രാക്ട് നൗൺ. ഈ അബ്സ്ട്രാക്ട് നൗണിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റും, തൊട്ടു നോക്കാൻ പറ്റില്ല. ഇപ്പൊ മരണം, അത് ഒരു നൗണാണ്, ഒരു പേരല്ലേ? മരണം. അത് നമുക്ക് കാണാൻ പറ്റും, മരിച്ചു കിടക്കുന്നത് കാണാൻ പറ്റും, മരണം കാണാൻ പറ്റും. യെസ്. പിന്നെ സൗന്ദര്യം, ഇത് നമുക്ക് കാണുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ടെന്ന്, അതെ ഇതാണ് സൗന്ദര്യം എന്ന് പറയാൻ പറ്റും. ബ്യൂട്ടി. ഇനി പക്ഷേ അപർണയെ നോക്കിയിട്ട് യങ്, ചെറുപ്പം, ഇതാ ഇന്ന വശത്താണ് ചെറുപ്പം എന്ന് പറയാൻ പറ്റും. യെസ്. അപ്പൊ ഇങ്ങനെയൊക്കെ ദാറ്റ് വി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ് ഇറ്റ്, നമുക്ക് അനുഭവിക്കാൻ പറ്റും. നൗണാണ്, പേരാണ്, പക്ഷെ വി കനോട്ട് വിസിബിളി നമുക്ക് ഇന്നതാണ് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയാം. ഇനി വേറെയും ചില നൗണുകളുണ്ട്. ആ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിംഗിൾ ആയിരിക്കില്ല, ഒരു കൂട്ടമായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബൊക്കെ മേടിക്കുകയാണ്. അപ്പൊ ഈ ബൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഫ്ലവർ ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്, ഒരു കൂട്ടം ഫ്ലവർ ഉണ്ട്. യെസ്. താക്കോലുകൾ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ബെഞ്ച് ഓഫ് കീസ് എന്ന് പറയുള്ളൂ. അപ്പൊ ആ ബെഞ്ച് എന്ന് പറയുന്ന വീടിന്റെ അർത്ഥം താക്കോലിന്റെ കൂട്ടം എന്നുള്ളതാണ്.
ധാരാളം ആളുകൾ നിൽക്കുകയാണ്. അപ്പൊ നമ്മളവിടെ ക്രൗഡ് ഓഫ് പീപ്പിൾ. അപ്പൊ ക്രൗഡ് എന്ന് പറയുന്നത് ജനക്കൂട്ടമാണ്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ പ്രതിനിധാനം ചെയ്യുകയാണെങ്കിൽ അതിനെ കളക്റ്റീവ് നൗൺ എന്നും, വി ക്യാൻ ഓൺലി എക്സ്പീരിയൻസ്, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ അബ്സ്ട്രാക്ട് നൗൺ എന്നും, കോമൺ ആയിട്ടുള്ള ഒരു വർഗത്തെ മുഴുവൻ ചിത്രീകരിക്കുകയാണെങ്കിൽ അതിനെ കോമൺ നൗൺ എന്നും, കറക്റ്റ് ഐഡന്റിഫൈ ചെയ്ത ഒരാളെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ, ഒരു സംഗതിയെ കുറിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിനെ പ്രോപ്പർ നൗൺ എന്ന് പറയും. ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, ഇത് വെറുതെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ. യെസ്, ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ട ചോദ്യങ്ങളല്ല, ഞാൻ ആ വഴിക്ക് പോയപ്പോൾ ഇതൊന്ന് പറഞ്ഞു പോയത് മാത്രം. വീണ്ടും നമുക്ക് നൗണിനെ രണ്ടായിട്ട് വേറെ വിഭജിക്കാം. അത് ഒന്ന് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണി നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റും, 10 എണ്ണം ഉണ്ട്. മറ്റേത് അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റില്ല. 1 കിലോ അരി അത് എണ്ണി തീർക്കാൻ പറ്റും, തീർക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ബുദ്ധിമുട്ടാണ് അല്ലെ. യെസ്, അത് ഒരു വെയിറ്റ് ആയിട്ടാണ് പറയുന്നത്. നേരെ 10 പുസ്തകം അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ, മൈ ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. അപ്പൊ എണ്ണി തിട്ടപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെ കൗണ്ടബിൾ നൗൺ എന്നും, അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നത്, അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം. യെസ്, ഇനി ചില വാക്കുകളുടെ കൂടെ യെസ് ചേർക്കുമ്പോൾ ആ വാക്കുകളുടെ പ്ലൂറൽ നമുക്ക് കിട്ടും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്, അപ്പൊ ഒരു കുട്ടിയുള്ളൂ. ബോയ്സ് ആണെങ്കിൽ BOYS, ബോയ്സ്, ഒരു എസ് ചേർത്താൽ മതി. ബുക്ക് ഒരെണ്ണമുള്ളൂ. ബുക്സ് ആണെങ്കിലും BOOKS. ഇനി കുറുക്കൻ, ഫോക്സ്, FOX. അത് കുറുക്കന്മാർ എന്നാണെങ്കിൽ FOXES ചേർക്കണം, ഫോക്സസ്. അപ്പൊ ചില നൗണില് പ്ലൂറൽ കിട്ടാൻ വേണ്ടിയിട്ട് യെസ് ചേർത്താൽ മതി. ചില നൗണിന്റെ പ്ലൂറൽ കിട്ടാൻ വേണ്ടിയിട്ട് ES ചേർക്കേണ്ടി വരും, ES ചേർക്കേണ്ടി വരും. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമീഷ, സർ, മങ്കി, മങ്കീസ്, മങ്കി, ഓ ഭയങ്കര മങ്കീസ്, മങ്കീസ്, MONKEYS. അപ്പോ വിസ്മയ പോയി അല്ലേ? ഇനി ആരാ പറയിക്കുക നമുക്ക്? ആര്യ. ഓക്കെ, ഷെഫീന, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആര്യ, ഞാൻ വരാം. ആര്യനോടാണ്. അപ്പോ മങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ പ്ലൂറൽ പറഞ്ഞത് മങ്കീസ് എന്നാണ്, MONKEYS, മങ്കീസ് എന്ന് പറഞ്ഞു. അത് കറക്റ്റ് ആണോ ആര്യ? അല്ലേ സർ? അല്ല, അപ്പൊ എന്നോട് ചോദിക്കണ കറക്റ്റ് ആണോ? ഉറപ്പിച്ചു. MONKEYS. ഓക്കെ, ഇനി അപ്പൊ MONKEY മങ്കി നിങ്ങൾ എഴുതുക, അതവിടെ കിടക്കട്ടെ. ഇനി അതിന്റെ അടിയിൽ അപ്പൊ ആര്യയോട് ചോദിക്കാണ് ബേബി, BABY, ബേബി. ശരി, BYS. ഷെഫിന, ഇസ് ഇറ്റ് കറക്റ്റ്? വിസ്മയം ഇവരൊക്കെ പറയുന്നു BABIES. ഓക്കെ, അപ്പോ ഓക്കെ, മങ്കീസ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള എസ് ആണെന്ന്. ഓക്കെ, വെരി ഗുഡ്, യെസ്, കറക്റ്റ് ആണ്. അതായത് അവിടെ നമ്മള് വൈയിൽ അവസാനിച്ചിരിക്കുകയാണ്. മങ്കി എന്ന് പറയുമ്പോൾ വൈയിൽ അവസാനിച്ചിരിക്കുകയാണ്. ബേബി എന്ന് പറയുമ്പോഴും വൈയിലാണ് അവസാനിക്കുന്നത്. പക്ഷേ മങ്കിയുടെ കൂടെ ഈ വൈയുടെ തൊട്ട് മുന്നിൽ കിടക്കുന്ന അക്ഷരം ഏതാണ്? തൊട്ട് മുന്നിൽ കിടക്കുന്നത് E ആണ്. E എന്ന് പറയുന്ന ലെറ്റർ AEIOU എന്ന് പറയുന്ന വവൽ സൗണ്ടിൽപ്പെട്ട ഏതെങ്കിലും ലെറ്റർ ആണെങ്കിൽ അതിന്റെ പ്ലൂറൽ എഴുതുമ്പോൾ S വരും. നേരെ മറിച്ച് തൊട്ട് താഴെ BABY, ബേബി എന്ന് പറയുമ്പോൾ വൈയുടെ ഇപ്പുറത്ത് കിടക്കുന്ന വേർഡ് B ആണ്. അത് വവൽ സൗണ്ടിൽപ്പെട്ടതല്ല.
അവിടെ IES വരുള്ളൂ. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. ഐയിൽ അവസാനിക്കുന്ന വേർഡിന്റെ പ്ലൂറിൽ എഴുതുമ്പോൾ ചിലപ്പോൾ എസ് വരും, ചിലപ്പോൾ IES വരും. എസ് പറയണത് ഐയുടെ തൊട്ടിപ്പുറത്ത് വൗവൽ സൗണ്ട് ആണെങ്കിൽ എസും, ഐയുടെ ഇപ്പുറത്ത് വൗവൽ സൗണ്ട് അല്ല എങ്കിൽ IESഉം വരും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ പറഞ്ഞോളൂ. ഓക്കെ, സിൽഷ മഴ ആയതുകൊണ്ടാണല്ലേ ആരെയും കാണാത്തത്. യെസ്. സമീറ വരുന്നുണ്ട്. ഓക്കെ, അരിയൊന്നും പറയാം. സമീറ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ്. സമീറ. ജംസീന. ഓക്കെ. അപ്പൊ ഞാൻ വേറൊരു വേർഡ് പറയാണ്. ജംസീന ലേഡി നൗണാണ്, പെൺകുട്ടി. LADY. അതിന്റെ പ്ലൂറൽ എന്ത്? ES ആണോ സർ? ലേഡീസ്. IES എന്ത് വരും? IES. LADIES. ലേഡീസ്. ഓക്കെ, കറക്റ്റ് അമീഷ. അപ്പൊ ആര്യ, നമ്മൾ പറഞ്ഞത് വൈയിൽ അവസാനിക്കുന്ന വേർഡിന്റെ പ്ലൂറൽ എഴുതുമ്പോ എസ് വരാം, IESഉം വരാം. എസ് ആണ് പറയണമെങ്കിൽ വൈയുടെ തൊട്ട് ഇപ്പുറത്തുള്ള വേർഡ് വവ്വൽ സൗണ്ടിൽ പെട്ടതായിരിക്കണം. ആ വവ്വൽ സൗണ്ട് അല്ല എങ്കിൽ IES ആണ് വരാനായിട്ടുള്ള സാധ്യത. ഇതാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നൗണിനെ നമുക്ക് വിഭജിക്കാമെന്ന് പറഞ്ഞു. കൗണ്ടബിൾ ആണ്, അൺകൗണ്ടബിൾ ആണ്, സിംഗുലർ ആണ്, പ്ലൂറൽ ആണ്, ഇങ്ങനെയൊക്കെ നമുക്ക് വിഭജിക്കാമെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നൗണിന്റെ ജെൻഡർ നോക്കിയിട്ട് നമുക്കതിനെ വീണ്ടും ഒരു 4 ആയിട്ട് വിഭജിക്കാം. അതില് ഒന്നാമത്തേന് പറയുന്നത് ഇതൊക്കെ മനസ്സിലാക്കിയിരുന്നാൽ മതി, രണ്ട് പരീക്ഷയ്ക്ക് ചോദ്യം പറയാനില്ല കേട്ടോ. ഒന്നാമത്തേന് പറയുന്നത് മാസ്കുലിൻ എന്നാണ്. മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു അപേക്ഷയൊക്കെ പൂരിപ്പിക്കുമ്പോൾ മെയിൽ ഓർ ഫീമെയിൽ എന്ന് കാണാം. മെയിൽ മീൻസ് ആണ്, ഫീമെയിൽ മീൻസ് സ്ത്രീ. യെസ്. അപ്പോ ആണാണോ സ്ത്രീയാണോ പുരുഷനാണോ എന്നാണ് ചോദ്യം. യെസ്. അപ്പൊ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണായിരിക്കും, ആൺകുട്ടി, ബോയ്. അതാണല്ലേ. അച്ഛൻ. ഓക്കെ ശീർഷ, നോ പ്രോബ്ലം. ഓക്കെ ശീർഷ, നമുക്ക് ഉത്തരവൊക്കെ പറയുന്നതായിരുന്നു. പക്ഷെ ശീർഷയ്ക്ക് അവിടെ റേഞ്ച് മഴയായതുകൊണ്ട് കുറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, വെരി ഗുഡ്. യെസ്. അപ്പൊ നമുക്ക് പറയാം അച്ഛൻ. അപ്പൊ നമുക്കറിയാം അതാണ് അമ്മാവൻ. കറക്റ്റ് ആണ്. യെസ്. ബ്രദർ. യെസ്. പിന്നെ നമുക്ക് പറയാം കോക്ക്, COCK, പൂവൻകോഴിയല്ലേ. അപ്പൊ അതിനാണ് ആണല്ലേ. അപ്പൊ ആണായിട്ട് വരുന്നത് അതിനെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് മാസ്കുലിൻ ജെൻഡർ എന്ന് പറയും. മാസ്കുലിൻ ജെൻഡർ. അപ്പൊ മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓൾ ഇതെല്ലാം ആണുങ്ങളായിരിക്കും. അതിപ്പോ പക്ഷിയായാലും ശരിയാണ്, മനുഷ്യനായാലും ശരിയാണ്, എന്തായാലും ശരിയാണ്. ഇനി രണ്ടാമത്തെ ജെൻഡറിനെ പറയുന്ന പേരാണ് ഫെമിനിൻ എന്ന് പറയും. ജെൻഡർ ഈസ് ഫെമിനിൻ. അതാ ഫീമെയിൽ എന്ന് പറയുന്ന വേർഡുകൾ ഓർത്താൽ മതി. യെസ്. ഫീമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ എന്നല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഗേൾ. ഫീമെയിൽ അല്ലേ. യെസ്. അപ്പൊ അത് ഫീമെയിൽ ജെൻഡറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ഗേൾ. മദർ, അത് ഫീമെയിൽ ആണ്. സിസ്റ്റർ ഫീമെയിൽ ആയിരിക്കും. ഡോട്ടർ ഫീമെയിൽ ആയിരിക്കും. ഹെൻ, HEN, പിടക്കോഴി. യെസ്. കേട്ടോ, ഇങ്ങനെ നമുക്ക് പറയാം. അപ്പൊ നമുക്ക് രണ്ടായിട്ട് ജെൻഡർ അനുസരിച്ച് വിഭജിക്കുന്നതിൽ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു. വൺ ഈസ് മാസ്കുലിൻ, നെക്സ്റ്റ് വൺ ഈസ് ഫെമിനിൻ. മാസ്കുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആണായിരിക്കും, ഫെമിനിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെണ്ണായിരിക്കും. യെസ്. ഇനി മൂന്നാമത് ഒരു ജെൻഡറും കൂടിയുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ജെൻഡർ പറയാൻ പറ്റില്ല, ന്യൂട്രൽ ആണ്. വേണമെങ്കിൽ ആണുമല്ല പെണ്ണുമല്ല. യെസ്. അങ്ങനെയുള്ള ഇത് ഞാൻ പറയാം. ചക്ക എന്ന് പറയുമ്പോൾ ജാക്ക് ഫ്രൂട്ട്, അത് ഒരു നൗണാണ്. അത് ആണാണോ പെണ്ണാണെന്ന് പറയാൻ പറ്റും? ആണോ പെണ്ണോ. ഇറ്റ് ക്യാൻ ബി ഫീമെയിൽ ഓർ ഇറ്റ് ക്യാൻ ബി മെയിൽ.
മാസ്കുലിൻ ആവാം, ഫെമിനിൻ ആവാം. അപ്പോ ഇത് അല്ലെങ്കിൽ ഇത് രണ്ടുമല്ല, വേറൊരു സംഗതിയാണ് അല്ലേ? അത് നമുക്കത് പറയാൻ പറ്റില്ല. നൈദർ ഫീമെയിൽ നോർ മെയിൽ. യെസ്. അപ്പൊ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂട്രൽ എന്ന് പറയും. ന്യൂട്രൽ അടിച്ച് നിൽക്കാന്ന് പറയല്ലേ, ഒരു പക്ഷത്തും ചേരാണ്ട് നിൽക്കുന്നതിനാണ് നമ്മൾ ന്യൂട്രൽ അടിക്കാന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്രൽ ട്രാൻസ് ആണോ? യെസ്. ഓക്കെ 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 യെസ് അമീഷ. അപ്പൊ മാംഗോ. ഇനി നമുക്ക് പറയാം, നമ്മൾ വേറെ നമ്മൾ പഠിച്ച സ്ഥലം സ്മാർട്സ് അക്കാഡമി. അത് നൈദർ ഫീമെയിൽ നോർ മെയിൽ. നമുക്ക് പറയാം, പേരാണത്. യെസ്. അത് ബുക്സ്, പെൻ, പെൻസിൽ, ഫർണിച്ചർ. അപ്പോ ആണെന്നോ പെണ്ണെന്നോ വേർതിരിക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ അതാണ് നമുക്ക് എന്ത് പറയുന്നത്, ന്യൂട്രൽ ജെൻഡർ. അപ്പൊ മൂന്നെണ്ണമായി: മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ. ഇനി നാലാമതൊരെണ്ണം കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കോമൺ ജെൻഡർ. കോമൺ. ഈ കോമൺ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണുമാവാം പെണ്ണുമാവാം, രണ്ടിനും സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. മാസ്കുലിൻ എന്ന് പറയുമ്പോൾ ആണ് മാത്രം, ഫെമിനിൻ എന്ന് പറയുമ്പോൾ പെണ്ണു മാത്രം, ന്യൂട്രൽ എന്ന് പറയുമ്പോൾ ആണുമല്ല പെണ്ണുമല്ല. കോമൺ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ക്യാൻ ബി മെയിൽ ഓർ ഇറ്റ് ക്യാൻ ബി ഫീമെയിൽ. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു പെൺകുട്ടിയെ ലേബർ റൂമിലേക്ക് കയറ്റിയാണ്, അഡ്മിറ്റ് ആയിരിക്കുകയാണ്. പുറത്ത് വന്ന ഒരാൾ പറയുന്നു അവൾക്ക് ഒരു കുട്ടി ജനിച്ചു. ഇങ്ങനെ പറയാം, അവൾക്ക് ഒരു കുട്ടി ജനിച്ചു. യെസ്. ഈ കുട്ടി എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ്, രണ്ടും ആവാലോ. പിന്നെ നമ്മൾ എടുത്ത് ചോദിക്കും എന്ത് കുട്ടിയാ ജനിച്ചത്, ആൺകുട്ടിയാണ് പെൺകുട്ടി ചോദിക്കും. അപ്പോഴാണ് ഡെഫിനേഷൻ കറക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അവൾക്ക് ഒരു കുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി മെയിൽ ഓർ ഇറ്റ് ക്യാൻ ബി ഫീമെയിൽ. അത് മെയിലും ആവാം, അതുമല്ല എങ്കിൽ ഫീമെയിലും ആവാം. യെസ്. ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറയും. നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയൊരു ഡോക്ടർ വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇറ്റ് ക്യാൻ ബി എ ലേഡി ഡോക്ടർ ഓർ ഇറ്റ് ക്യാൻ ബി എ മെയിൽ ഡോക്ടർ. അത് വേണമെങ്കിൽ ഒരു ആണാവാം, അല്ലെങ്കിൽ അതൊരു പെണ്ണാവും. രണ്ടും ചാൻസ് ഉണ്ട്, 50-50 ചാൻസ് ആണ്. നേരത്തെ കുട്ടി എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞൊരു കാര്യമാണ് എന്ത്, ഡോക്ടർ വന്നിട്ടുണ്ടെന്നുള്ളത്. യെസ്. ആഷ്മി മോൾ. Yes, sir. ആഷ്മി മോൾ ഇതുപോലത്തെ ഉദാഹരണം പറഞ്ഞേ. രണ്ടും ആവാൻ ചാൻസ് ഉള്ളതായിരിക്കും, ആണും ആവാം പെണ്ണും ആവാം. Professions, advocate, teacher. No. ടീച്ചർ. യെസ്. അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ മെയിൽ ആവാം, ഫീമെയിൽ ആവാം. യെസ്. ഓക്കെ. പിന്നെ വെരി ഗുഡ്. ഓക്കെ. ലാഫൻ കേട്ടി. Yes, sir. പറഞ്ഞു ഇതേപോലെ ആൺകുട്ടിയാവാം അല്ലെങ്കിൽ പെൺകുട്ടിയാവാം എന്നുള്ള രീതിയിലുള്ള ഒരു നൗൺ പറഞ്ഞു. യെസ്. സ്റ്റുഡന്റ്. ഓക്കെ, അമീഷ കറക്റ്റ് ആണ്, സ്റ്റുഡന്റ്. പിന്നെ നമുക്ക് പറയാം ടീച്ചർ, അതൊക്കെ പറഞ്ഞു. പോലീസ്. എംപ്ലോയി, ജീവനക്കാരൻ. യെസ്. Doctor. എംപ്ലോയി. ഇനി ഫ്രണ്ട്. ഡോക്ടർ ഞാൻ പറഞ്ഞാണ്ട. ഫ്രണ്ട് അതിനെ പറഞ്ഞു, കറക്റ്റ് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ വേറെ എന്താ പറയാം, എനിക്കൊരു ശത്രു ഉണ്ട് അവിടെ, എനിമി. ഈ ശത്രു എന്ന് പറയുമ്പോ എന്താവും? ഓക്കെ. ഡാൻസർ. കസിൻ സിസ്റ്റർ, കിട്ടിയില്ല, എനിക്ക് മനസ്സിലായില്ല. എന്താണ് റിലേറ്റീവ്സ്? ഓക്കെ. വെരി ഗുഡ്. കസിൻ. ഓക്കെ. കസിൻ ബ്രദർ എന്ന് പറയാറുണ്ട്, കസിൻ സിസ്റ്റർ എന്ന് പറയാറുണ്ട്. ഓക്കെ. വെരി ഗുഡ്. നേഴ്സ് മെയിലുണ്ട്, ഫീമെയിലുണ്ട്. ഓക്കെ. യെസ്. അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പൊ ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഒന്ന്
ചുരുക്കി പറയാം, നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെയിം ഓഫ് എ പ്ലേസ്, നെയിം ഓഫ് എ തിങ്, അതിനാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, abstract noun and collective noun. Again, we divided nouns into singular and countable and uncountable. പിന്നെ അതിന്റെ സിംഗുലർ എങ്ങനെയാണ്, പ്ലൂറൽ എങ്ങനെയാണ്, ചിലതിന് എസ് സി ചേർത്താൽ മതി, ചിലതിന് ഇ എസ് ചേർത്താൽ മതി, ചിലതിന് ഐ എസ് സി ചേർത്താൽ മതി എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ജെൻഡറിനെ കുറിച്ച് പറഞ്ഞു. ജെൻഡർ എന്ന് പറയുമ്പോൾ മാസ്കുലിൻ ഉണ്ട്, ഫെമിനിൻ ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, പിന്നെ അടുത്തത് കോമൺ ജെൻഡർ ഉണ്ട്. യെസ്, ഓക്കെ. ഇനി സമീറ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലേ? നാദിയ, ഓക്കെ. ഷോണിമ, Sir. Okay, how are you, Shonima? Yeah, I'm good. Very How are good, you, very sir? good. I am also very fine. Okay. Yes. നമ്മള് വിധവ എന്നുള്ളതിന് വിഡോ എന്ന് പറയും ഇംഗ്ലീഷിൽ, വിഡോ. അതെ. അപ്പോ ഭാര്യ മരിച്ചുപോയ ഭർത്താവിനെ നമ്മളെന്ത് പറയും? ഇംഗ്ലീഷ് എന്ന് പറയും? അറിയില്ല സർ. യെസ്, ഓക്കെ. ഞാൻ ഓപ്പൺ ആയിട്ട് വിട്ടിരിക്കുന്നത്, നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. മലയാളത്തിൽ നിങ്ങൾ വിധവ എന്നൊക്കെ പറയായിരിക്കും, ഇംഗ്ലീഷ് എന്ന്. യെസ്, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിഡോ എന്ന് പറഞ്ഞില്ലേ, അതിന്റെ കൂടെ ഒരു ER എന്നും കൂടി ചേർക്കാം. വിഡോവർ എന്നാണ്, WIDOWER, വിഡോവർ കേട്ടോ. വിഡോവർ എന്താണ്? ഓക്കെ, വെരി ഗുഡ്. ഇനി അനീഷ അൻവർ. ഓക്കെ, അനീഷ പോലെ ചിരിച്ചുകൊണ്ടിരിക്കണം, അനീഷ അറിയാം. ഹീറോ എന്നുള്ളതിന്റെ ഫീമെയിൽ എന്ത് വരും? ഹീറോയിൻ. കറക്റ്റ് ആൻസർ. ഹീറോ എന്ന് പറയുമ്പോൾ ഹീറോയിൻ. ഓക്കെ, വെരി ഗുഡ്. അൻകിത. നെക്സ്റ്റ് ഈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ ദേവൻ എന്നുള്ളത് മതി. ദേവൻ, ഗോഡസ്, ഗോഡസ്, യെസ്, ഗോഡസ്, ദേവത. ഓക്കെ, യെസ്. ഇനി ആര്യ പ്രകാശ്. ഓക്കെ, ഷെഫീന. അടുത്തത് ആക്ടർ. ആക്ടർ എന്നുള്ളതിന്റെ എന്ത് വരും? ആക്ട്രസ്. കറക്റ്റ് ആണ്. ഹീറോ, ഹീറോയിൻ, ആക്ടർ, ആക്ട്രസ്. ഓക്കെ. അക്സ ജോയ്. പറഞ്ഞു സാർ. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് പ്രിൻസ്, രാജകുമാരൻ. അതിന്റെ ഫീമെയിൽ എന്ത് വരും? പ്രിൻസസ് ആണോ? കറക്റ്റ് ആണ്, പ്രിൻസസ് കേട്ടോ. പ്രിൻസസ് ഇറ്റ്സ് എ കറക്റ്റ് ആൻസർ. പ്രിൻസസ്. വെരി ഗുഡ്. യെസ്. അടുത്തത് ലാഹൻ. Yes, sir. ഓക്കെ. പോയറ്റ്, കവി. POET, പോയറ്റ്. അതർന്നല്ലേ? ഓദർ. പോയറ്റ്, കവി എന്ന് പറയില്ലേ? അത് കവി പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവളെന്ത് പറയും? മലയാളത്തിൽ കവിയത്രി അല്ലേ? ഓക്കെ, സമീറ കറക്റ്റ് ആൻസർ. പോയറ്റസ് കേട്ടാ. പോയറ്റസ്. ഓക്കെ, വെരി ഗുഡ്. ആൾട്ടി ജസ്റ്റിൻ. Yes, sir. How are you, Alti? I'm fine. വെരി ഗുഡ്. അപ്പൊ ആൾട്ടിക്ക് ഞാൻ പറയാം. ലയൺ, സിംഹം. അതിന്റെ ഫീമെയിൽ എന്ന് പറയും എന്തോ? സാറ് വായിക്കുമ്പോൾ എളുപ്പമുള്ള ചോദിച്ചു. എനിക്ക് വന്നപ്പോ ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടെന്ന് വെച്ചു അല്ലേ? ചിന്തിച്ചു അല്ലേ? അമീഷ എന്താ പറഞ്ഞേ?
Lioness. കറക്റ്റ് വെരി ഗുഡ് കറക്റ്റ് ഓക്കെ ലയണസ്. അപ്പൊ ഞാനിപ്പോ ആരിലേക്ക് ഒരു ചാൻസ് കൂടി തരാം, അങ്ങനെ ചിന്തിച്ചതുകൊണ്ട്. മെൻ. Woman. യെസ് ഓക്കെ വെരി ഗുഡ് ഓക്കെ മാൻ ആൻഡ് വുമൺ യെസ് ഓക്കെ കറക്റ്റ് ആണ്. അപ്പൊ ഞാനത് വെറുതെ ചുമ്മാ തമാശക്ക് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് നൗൺ എന്നാണ് പറഞ്ഞത്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നെയിം ഓഫ് എ തിങ്. ഇപ്പൊ ഒരു സെന്റൻസ് എന്നിട്ട് അതിൻ്റെ അകത്ത് താഴെ പറഞ്ഞ ആ വാചകത്തിൽ ഏതാണ് നൗൺ എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ആ നൗൺ എടുത്തുനിന്ന് എഴുതണം. ഇതാണ് ഇതിൻ്റെ അകത്ത് വരിക. അല്ലെങ്കിൽ ഒരു ജെൻഡർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കുന്നു, മെയിൽ ഓർ ഫീമെയിൽ, അതിൻ്റെ മാസ്കുലിൻ ഓർ ഫെമിനിൻ, ന്യൂട്ടർ രണ്ടും ഇല്ലാത്തത്, പിന്നെ കോമൺ രണ്ടും ആവാൻ സാധ്യത, മെയിൽ ആവാൻ സാധ്യതയുള്ളത്, ഫീമെയിൽ ആവാനും സാധ്യതയുള്ളത്. ഓക്കെ, വെരി ഗുഡ് ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പല പ്രാവശ്യം പല കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ. യുവർ ഫേവറേറ്റ് ടീച്ചർ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഓർമ്മയില്ലേ? വേറെ വല്ലതും നമ്മൾ പറഞ്ഞായിരുന്നോ? വേറെ ലവ് മാരേജ് ഒക്കെ നമ്മൾ പറഞ്ഞതല്ലേ? ഈ പ്രാവശ്യം ഇത് ലവ് മാരേജ് ആയി, പിന്നെ അറേഞ്ച് മാരേജിനെ കുറിച്ചിട്ട് അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ? അതിന് മുന്നേ ഒരിക്കൽ സർ റോൾ മോഡൽ ഇതിന്റെ പറഞ്ഞിട്ടുണ്ടായി, ബട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടാ മോഡലാ. ഇൻ യുവർ ലൈഫ് ഹൂ ഈസ് യുവർ റോൾ മോഡൽ? പറയേണ്ടിരുന്നത് എനിക്കിത് ഓർമ്മിപ്പിക്കണ്ടേ? സാറിന്റെ ക്ലാസ് ഭയങ്കര ഇൻട്രസ്റ്റ് സർ, എല്ലാവർക്കും എന്തോ ഇൻട്രസ്റ്റ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ മൊത്തത്തിൽ ക്ലാസ് തന്നെ ആയിട്ടുണ്ടാവും. അപ്പൊ സെമിനാറിന്റെ അത്ര ഓർമ്മിക്കില്ല. അപ്പൊ നമുക്ക് ലാസ്റ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം, അത് കുഴപ്പമില്ല. ഓർമ്മിപ്പിച്ച് നമ്മളെ അതൊന്നും പറഞ്ഞും കൂടി നോക്കണമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമുക്കിന്ന് പറയാം. അപ്പൊ ഇതിപ്പോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് ഞാൻ അടുത്ത പ്രാവശ്യത്തേക്ക് ഓർമ്മിപ്പിക്കാൻ വേണ്ടി അനുഗ്രഹത്തിന് ഓർമ്മിപ്പിക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു ടെൻസ് നമ്മൾ എടുക്കുമ്പോഴാണ് അവിടെ ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ടേക്കൻ എന്നൊക്കെ പറയും. പക്ഷെ ഈ ഹാവ് എന്ന് പറയുന്ന വേർഡിന് ഉണ്ട് എന്നൊരു അർത്ഥമുണ്ട്. ഉണ്ട് എന്ന അർത്ഥമുണ്ട് ഹാവിന്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ഐ ഹാവ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തോടൊന്ന് നോക്കുക. നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു 5 ഐറ്റംസിന്റെ പേര് ഓരോരുത്തർ പറയണം. നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു 5 ഐറ്റംസ്. അപ്പൊ എന്തായിരിക്കും? നമുക്ക് ഞാൻ വേണമെങ്കിൽ തുടക്കം വിടാം. അപ്പൊ ആദ്യം ഞാൻ അമീഷയായിട്ട് ആരംഭിക്കാം. അമീഷ സുൽത്താന റെഡി ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് പറയാം, ഐ ഹാവ് എ കാർ. എനിക്കൊരു കാറുണ്ട്. ഐ ഹാവ് എ ഹൗസ്. എനിക്കൊരു വീടുണ്ട്. യെസ്, നിങ്ങൾക്ക് കൂടെ പറയാവുന്നുണ്ട്. ഐ ഹാവ് ഓക്കെ അമീഷ ഞാൻ വരാം. ഇതേപോലെ 5 ഐറ്റംസ് അമീഷ നോക്കി വെച്ചു. ഓരോരുത്തരും 5 ഐറ്റംസ് നോക്കി വെച്ചു. നിങ്ങൾ വേറെ എങ്ങും പോകണ്ട, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ ചുറ്റുപാടൊക്കെ നോക്കി. അപ്പൊ ഐ ഹാവ് എ ഫ്രിഡ്ജ്. എനിക്കൊരു ഫ്രിഡ്ജ് ഉണ്ട്. ഐ ഹാവ് എ സീലിംഗ് ഫാൻ. മുകളിലോട്ട് നോക്കുമ്പോൾ സീലിംഗ് ഫാൻ ഒരെണ്ണം കാണുന്നുണ്ട് നൂറയുടെ വീട്ടില്. യെസ്, അപ്പൊ നമുക്കൊന്ന് പറയാം, ഐ ഹാവ് എ സീലിംഗ് ഫാൻ. യെസ്, ഐ ഹാവ് എ മൊബൈൽ ഫോൺ. എനിക്ക് എന്തുണ്ട്? ഒരു മൊബൈൽ ഫോൺ ഉണ്ട്. നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നു നിങ്ങൾക്കൊരു റൗണ്ട് ഫേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയാം? ഐ ഹാവ് എ റൗണ്ട് ഫേസ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ട്? നീളമുള്ള മുടിയുണ്ട്. ഐ ഹാവ് ലോങ് ഹെയർ. അപ്പൊ നിങ്ങൾക്ക് നീളമുള്ള മുടിയല്ല, നീളം കുറഞ്ഞ മുടിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഐ ഹാവ് ഷോർട്ട് ഹെയർ. അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന 5 ഐറ്റംസിന്റെ പേര് പറയുന്നു. എല്ലാത്തിനും ഹാവ് ഉപയോഗിക്കണം. ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഹാവ് വാട്ട്? രസകരമായിട്ട് ആരംഭിച്ചോട്ടെ. യെസ്, ഐ ഹാവ് 2 കിഡ്സ്. ആര് പറയുന്നു? എനിക്ക് 2 കുട്ടികളുണ്ട്. വെരി ഗുഡ്. അപ്പോ ഇത് ഞാൻ വേറൊരു ക്ലാസ്സിൽ വരുന്ന തമാശക്ക് ഐ ഹാവ് ഒക്കെ പറഞ്ഞു. ഓക്കെ ഷഫീന, ഐ ഹാവ് എ ബാങ്ക് ലോൺ. എനിക്കൊരു ബാങ്ക് ലോൺ ഉണ്ട്. യെസ്, അങ്ങനെ നിങ്ങൾക്കുണ്ട് എന്ന് തോന്നുന്ന 5 ഐറ്റംസ് നമുക്ക് പറയാം. ഓക്കെ, അമീഷ സുൽത്താന ആരംഭിച്ചോളൂ.
I have. I have a husband. Yes. I have 2 children. Yes. I have a new bike. Yes. I have a 5 heels to wear. Yes. I have a bicycle. Very good. Very good. Okay, Adira. Adira. Yes, sir. പറഞ്ഞോളൂ. I have a good friend. I have a good friend. Very good. വെറൈറ്റി പിടിച്ചോ. വേറെ എപ്പോഴും ഉണ്ടല്ലോ ഒരാൾ പോയ വഴി കൂടി പോകാനായിട്ടാ. നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യും. ഓക്കെ. I have a house. I have a house. I have a bike. I have a bike. I have a son. I have a son. I have a good teacher. I have a Good teacher. I have a good teacher. Yes. Okay. ആരെയാണ് ഉദ്ദേശിച്ചാവോ? സമീറ പറഞ്ഞോളൂ. സർ ഞാൻ കോമഡിയായിട്ട് ഒന്ന് പറയട്ടെ. പറഞ്ഞോളൂ എനിക്കത്. I have hair fall. I have sleepless night. Yes. Okay. I have I have a 2 princes. Because of that I got sleepless nights. Yes. I have good supportive husband and brother. Yes. I have a good family. Yes. I have a family. Okay. എനിക്ക് മറ്റേ ഇഷ്ടപ്പെട്ടാ. I have a hair fall. എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്. Very good. Okay. എനിക്കിത് very good. Yes. സമീറ പറഞ്ഞോളൂ. സമീറ റെഡി ആയിക്കോളൂ കേട്ടോ. എനിക്കിതാ I will give you one more chance. ഓക്കെ. സമീറ ഞാൻ മുകളിൽ നിങ്ങൾ വന്നതാണ്. എല്ലാവരും റെഡി ആയിട്ട് വെച്ചോട്ടെ. I have 6 hands. Okay. എനിക്കിത് കറക്റ്റ്. സമീറ കിട്ടിയില്ല. ജംസീന Sir, പറഞ്ഞോളൂ. I have a bag. Yes. I have a good mother-in-law. Yes. ദൈവമേ. I have a good cousins. I Yes. have a TV. I have a charger. Yes. I have a wardrobe. അത്ര മതി. I have good mother-in-law. ഈ നാളെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ഓക്കെ. നദിയ പറഞ്ഞോളൂ. നദിയ വരുമെന്ന് വിചാരിക്കാം. സിൽഷ റേഞ്ച് ഒക്കെ ഓക്കെ ആയോ? സിൽഷയ്ക്ക് റേഞ്ചിന്റെ പ്രോബ്ലം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ സിൽഷ വരുന്നത്. ഷോണിമ പറഞ്ഞോളൂ. ഷോണിമയ്ക്കുള്ള 5 ഐറ്റംസ്. Okay, sir. Okay. I have plants. I have plants. Very good. I have so many vessels to clean. So many vessels to clean means പാത്രങ്ങൾ. Yes. Okay. ഇന്നൊന്നും ചെയ്തിട്ടില്ല എനിക്കും. Okay. Very good. ഇല്ല സർ, എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. Yes. Very good. Okay. Yes. I have a car. Yes. I have to make lunch. Yes. I have to make lunch. Okay. I have to go out. I have to go out. Very good. Okay. Yes. Anisha Anwar. Yes, sir. I have 2 students. Yes. I have a PCOD. Yes. I have an aquarium. I have an aquarium. Okay. I have a garden. I have a garden. I have a handsome husband and a beautiful daughter. Oh, I have a handsome husband and beautiful daughter. Very good. എനിക്കിതൊക്കെ ഞാൻ ചാൻസ് കൂടി തരാം. എടുത്തിയേക്കട്ടെ കേട്ടോ. ആര്യ രാകേഷ് പറഞ്ഞോളൂ. I have 2 kids. ഓക്കെ. അപ്പൊ അവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം. 2 ഐറ്റം ഉണ്ടെങ്കിൽ എന്ന് പറയരുത്. I have 2 kids. എനിക്ക് 2 കുട്ടിയെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ന് പറഞ്ഞ ഒരു ഒന്നിൽ കൂടുതൽ ഐറ്റംസ് പറയുന്നുണ്ടെങ്കിൽ കളഞ്ഞാൽ പറഞ്ഞു. Okay, sir. I have a car.
Oh, I okay. have a good husband. I have Yes. I have a good house. I have a short hair. Yes. Okay. Okay. I have short hair. Yes. Shafina, പറഞ്ഞോളൂ Shafina. We expect something different from you. I have a brother. He is my role model. I have a Yes, I dream. have a brother. I Oh, have very a good. I dream. have a dream. I have to Yeah. become a good teacher. I have to become a good teacher. Okay. I have to earn money. I have to earn money. Okay. And I have to support my family. You have to support your family. Okay, Shafina, ദീർഘവീക്ഷണമാണ്. Okay, എല്ലാം നടക്കട്ടെ. Okay. Aksake Thank you, Joy. sir. Aksa, I have a pen. I have a good family. I have a 5 members in my family. I have a 2 brothers. yes. Okay, okay, okay. Very good. Very good. Ready ആയിട്ട് വെച്ചേക്കുകയാണ് അക്ഷയ തോന്നുന്നു അല്ലേ? Yes. Okay. ഇനി അടുത്തത് ആരാണ്? ലാഹൻ. Yes, sir. I have പറഞ്ഞോളൂ. I have a lovely husband. I have beautiful home. I have good parents. I have 3 kids. Yes. I have Yes. small flat. Okay. Yes. എന്താ ഉദ്ദേശിച്ചത്? എന്റെ അവസാനത്തിൽ എന്താ ഉദ്ദേശിച്ചത്? ഏതുകൊണ്ട് ലാഹൻ. ആ ഏതാ ലാസ്റ്റ് പറഞ്ഞ ഉദ്ദേശിച്ച പറഞ്ഞ ഉദ്ദേശിച്ചത്? ഫാറ്റ് തന്നെ പറഞ്ഞില്ലേ? ആ ഓക്കെ 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 ഓക്കെ. ഫ്ലാറ്റ് എന്നാണ് ഫ്ലാറ്റ് അല്ലേ? ഉണ്ട് ഫ്ലാറ്റ് തന്നെ കേട്ടെ. ഓക്കെ ഓക്കെ. വെരി ആ ഗുഡ്. ഫ്ലാറ്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഓക്കെ ഓക്കെ. ഞാനേ ആ ഫ്ലാറ്റ് എന്നുള്ളത് കേട്ടത് ഫ്ലാറ്റ്. ഓക്കെ. അതാണ്. ഓക്കെ ഓക്കെ. നോ പ്രോബ്ലം. കറക്റ്റ് കറക്റ്റ്. ഓക്കെ ഓക്കെ. ആറ്റ്ലി ജസ്റ്റിൻ. ആറ്റ്ലി sir. പറഞ്ഞോളൂ. യെസ്. I have a I have a class. shop. I have a shop. I have a Yes. headset. I have a specs. Yes. I have long Yes. hair. അവിടെ ഇരുന്നുകൊണ്ട് കണ്ട സാധനങ്ങൾ മുഴുവൻ പറഞ്ഞു അല്ലേ? ആറ്റ്ലി വെരി ഗുഡ്. ആഷ്മി മോൾ. ആഷ്മി മോൾ. Yes, sir. പറഞ്ഞോളൂ. ആഷ്മിക്ക് എന്തൊക്കെയുള്ള 5 ഐറ്റംസ്? ഐ ഹാവ് I have an ambition. I have an ambition. Very good. I have a problem. I have a problem. We will solve it. Don't worry. Okay. I have an idea. I have an idea. Very good. I have no money. I have no money. Yes. I have a headache. I have a headache. I Yes. have driving license. I have. Oh, very good. I remember that I have a driving license. Okay. I have good companion, etc. Okay. I have good companion. Friend companion. Very good. Okay. Ashmi Mall. Very good. Very good. Nissan Rashid. പറഞ്ഞോളൂ. I have a good parents. Yes. I have a car. Yes. I have a house. Yes. I have a TV. Yes. I have a sister. Yes. Very good. Very good. Very good. Noora Muhammad. I have an umbrella to go in the rain. Oh, very good. I have an umbrella. Okay. I have a goal to achieve. Yes. I have a good family. Yes. I have a lovely garden. Yes. I have a good flower vase on my table. Okay. Beautiful Okay. flower vase. Okay. Yes. Very good. Very good. Noora. Sudhi, yes. പറഞ്ഞോളൂ. Sudhi. Yes, sir. I have a helping mind. Yes. Oh, ആരും പറയാതെ I have a healthy mind. ആരോഗ്യമുള്ളൊരു മനസ്സുണ്ട്. Yes. Very good. I have a good family. Yes. I have a many plants. Yes. I have a lovely mother. Yes.
I have a lovely daughter. Yes. Very good, very good, very good. Vismaya get. Hello. Yes, പറഞ്ഞോളൂ Vismaya. I have a blanket to sleep. Yes, I have a plate to eat. yes, I have a chair. yes, I have good teeth. yes. I have a scooty. Very good, very good, very good. Yes, Sinu Mumtaz. Sinu. Sir, പറഞ്ഞോളൂ Sinu. Sinuവിലുള്ള അഞ്ച് ഐറ്റംസ്. I have lots of clothes to dry. Yes, okay. I have a scooter. I have a I have scooter. I have a Quran. I have a Quran. Yes. I have lots of issues in my family. Yes, I have a lot of issues in my family. അത് കാണുന്നുണ്ട് തോന്നുന്നു. Yes. Very good, very good. Yes. I have a lot of things to do in my life. Okay, 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 okay. Don't worry. Yes, നമ്മളെ പ്രശ്നങ്ങൾ വരുമ്പോൾ വിളിച്ചോടല്ലോ. ധൈര്യ സമയം നിൽക്കാം. Yes, sir. Okay, 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 okay. അജിത. അജിത. Sir, പറഞ്ഞോളൂ. I have 2 children. Yes, I have a table fan. yes, I have a ear chain. yes, I have hair sticker. yes. I have a chair. Okay, ആ മുറി വിട്ടേക്കും പോയിട്ടില്ല അല്ലേ അജിത? Yes, okay. നൂറിഷ. നൂറിഷ. Yes, sir. പറഞ്ഞോളൂ നൂറിഷ. I have a supporting husband. Okay. I have a 2 children. Okay. Jasina, okay. I have a mobile phone. Yes. I have a medium hair. Yes. Okay, 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 okay. സ്വന്തമായിട്ട് പ്രശ്നങ്ങൾ ഇറക്കിയ ഓരോ വാക്കുകൾ. ഓക്കെ, പോകട്ടെ. I have a bike. Okay, very good, very good. Adira M. Yes. Yes, sir. പറഞ്ഞോളൂ. പറഞ്ഞതല്ല. അപ്പൊ ഓക്കെ പറഞ്ഞത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ ഞാൻ പറയാനില്ലല്ലോ. ഐ ഹാവ് എ ഗുഡ് വെൽ. ഓക്കെ അജിത. യെസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ പറഞ്ഞിരുന്നു ഒരു ചാൻസ് കൂടി ഒരാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അനികിത. അനികിത, യു ആർ ഗിവൺ വൺ മോർ ചാൻസ്. I have back pain. Yes, I have back pain. Very good. നടുവേദന ഉണ്ടെന്ന്. Yes. After delivery, sir. It's okay. I have good. If it is a good or a bad mother-in-law. Yes, beauty originates to the eyes of the beholder. And I have what? No idea, sir. Now. Okay, okay. Okay, I have naughty girl in my life, and I have one fighting partner, my elder daughter, and I have what? Good companion in my life. Yes. Okay, okay, okay. Yes. ഇനി ആർക്കെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടി ചാൻസ് തരാം കേട്ടോ. പറഞ്ഞതായിരിക്കാം. ഞാൻ പറയാം sir. ജംസീന പറഞ്ഞോളൂ. I have a makeup box. You have a I have a beautiful eyes. I have a healthy body. Yes. I have a book. I have a dress. I have a storage box. Okay, okay, okay. Very good, very good, very good. Anybody? 55 ആയിട്ടുള്ളൂ. ഒരാൾ കൂടി I ചാൻസ്. have cockroaches in my home. Yes. I have cockroach. Okay, okay, okay. Yes. Very good, very good. അപ്പൊ ഹാവ് എന്തെങ്കിലും മറക്കില്ല. ഐ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ട്. ഐ ഹാവ്. Yes. I have long hair. I have short hair. I have beautiful eyes.
I have a lot of ornaments. I have a big house. I have a flat. കണ്ടോ? ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ എ കളയാ. I have flats. Okay. I have books. Okay. Very good, very good. Yes. അപ്പൊ നമുക്കൊരു പ്രയർ ഉണ്ടായില്ല. ഇനി സൈൻ ഓഫ് ആരെങ്കിലും ഉണ്ടോ? യെസ്, വീണോടെ കൊണ്ട് ആർക്കെങ്കിലും സൈൻ ഓഫ്? അംഗിത. പറഞ്ഞോ. ഓക്കെ. Okay, good afternoon all and good afternoon sir. Today's class was very interesting and very knowledgeable and today's class we learned about the nouns and new chapter. Nouns are is the name of the person or place or the things, and also we learned the types of nouns, proper noun, common noun, abstract noun and collective noun. And it can be countable and uncountable noun also there. And also we learned gender types, right? No sir. Gender types, and that's all. Today's class we learned these things, and sir also gave activity like I have, what we have. So thank you sir for today's class, and hope for the best sir. Thank you. We will meet in the next class. Okay, bye. Okay, thank you sir.